അവരതിക്രമം ചെയ്തു അംഫുസവും അവരോട് തന്നെ, എങ്കിൽ ജാഊക അവർ അങ്ങയുടെ അടുത്ത് വരണം, എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് കരയണം. അല്ലാ ഞാൻ എൻ്റെ നബിനെ ചതിച്ചല്ലോ, അല്ലാ ഞാൻ എൻ്റെ നബിനെ ചതിച്ചല്ലോ. നീ എവിടുന്ന് പറയണം? റസൂലുള്ളാഹിന്റെ അടുത്ത് പറയണം, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മനസ്സിൽ ഇരുത്തിട്ട് പറയണം. അപ്പോൾ അത് കാണുമ്പോൾ ആരും പറയും, ഇന്ന് ജീവിച്ചിരിക്കുന്ന റസൂൽ റൗളത്തു ഷരീഫയിൽ ബഹുമാനപ്പെട്ട ഖുബ്ബത്തുൽ ഖദറാഇന്റെ താഴെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹബീബായ നബി പറയും, എന്റെ കണ്ണുനീര് ആത്മാർത്ഥാണെങ്കിൽ റബ്ബേ ഒന്നാന്റെ നാട്ടിലെ റഹ്മത്തുള്ളാണ്, ആള് മോശമാണ്, എന്നാലും കരഞ്ഞല്ലോ, പുറത്തു കൊടുക്ക് എന്നും പറയും. ആര്? ഹബീബ റസൂലുള്ളാഹ്. അപ്പോൾ പിന്നെ അവർക്ക് എത്തിക്കാൻ കഴിയും അള്ളാഹുവിനെ തൗവാബൻ, തൗബ സ്വീകരിച്ചവനായിട്ടും റഹീമൻ, കരുണ ചെയ്തവനായിട്ടും. പിന്നെ അവരുടെ ജീവിതത്തിന് തന്നെ ഒരു ആനന്ദം ഉണ്ടാവും. ആ ആനന്ദം ഈ തൗബ സ്വീകരിച്ചതിന് ഫല. ചില മജ്ലിസ് കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു റാഹത്ത് തോന്നുന്നുണ്ടല്ലോ. ആ മജ്ലിസ് റബ്ബ് കബൂലാക്കിന് അടയാളാണ്. ഒരു നോമ്പട കഴിഞ്ഞ നോമ്പിൻ്റെ അവസാനത്തെ ദുആ ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് തരട്ടെ. എല്ലാ കൊല്ലവും പറഞ്ഞു കൊടുക്കാറുണ്ട്. അള്ളാഹു നമുക്കൊക്കെ, എനിക്കും, ഞാൻ ഇക്കൂട്ടത്തിൽ ഏറ്റവും മോശം ഞാനാണ്, അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അപ്പം നമ്മൾ അവസാനം ഇരിക്കണം ആ ദുആയും ബാങ്ക് പൊട്ടി കണ്ണീര് വാർക്കണ നേരത്ത് അവസാനത്തെ ബാങ്ക് ശവ്വാൽ 1 ബാങ്കെടുത്ത് വിളിച്ചു. ആര്? മുക്രി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ്. അപ്പം നമുക്കൊരു സുഖം, പിന്നെ ആ നോമ്പുറക്കാനൊരു സുഖം, പിന്നെ പെണ്ണുങ്ങളെ കുട്ടികളെയും കാണാനൊരു സുഖം, പിന്നെ അമ്മായിനെയും ഒക്കെ ഒന്ന് പോയി കണ്ടു ഒരു 10, 100, 50 ഒക്കെ ഉറുപ്പ്യ അവനാക്ക് നമ്മളെ കയ്യിൻ്റെ ശേഷി അനുസരിച്ച് പോലെ പെരുന്നാൾ ജാമിനൊന്ന് സന്തോഷിപ്പിച്ച് ഫിത്ർ സക്കാത്തൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അപ്പം നമുക്കൊരു അന്നൊരു സന്തോഷം. എന്തേ കാരണം? നമ്മളെ അമൽ അല്ലാഹു തആല കബൂലാക്കിന് അടയാളാണ് കാണുന്നത്. മറ്റേ ആ ഭാരം അപ്പുറം തൂങ്ങി അവിടെ കിടക്കും. ഇപ്പം ഭാരമല്ല, എന്തോ തടിമെന്ന് ഇറക്കി വെച്ച മാതിരി എന്ന് തോന്നാറില്ലേ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ? ഉണ്ടോ അല്ലേ? അത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു അടയാളം അല്ലേ? ഒരു ദുആ കഴിഞ്ഞാൽ ഒരു കണ്ണുനീര് ഒലിപ്പിച്ച് പൊട്ടിയുടെ കരഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് കരയും, ചിലപ്പോൾ വന്ന് വൈകുന്നേരം കരയും. ഓക്കെ, പിന്നെ റാഹത്ത. അതിന് മുമ്പ് എന്തും നമുക്ക് റാഹത്ത് കിട്ടില്ല. പിന്നെ കുട്ടികളെയൊക്കെ കൂട്ടിയിരുത്തി ഒറ്റക്കൊന്നും തിന്നുന്ന എല്ലാവരും നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. എന്ത് ഭക്ഷണം കഴിക്കാം? ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. നമുക്കത് അവസാനത്തെ മുമ്പുറക്കാം. എല്ലാവരും ഒന്നിച്ചിരിക്കി നമുക്ക് ഒന്നിച്ച് മുമ്പുറക്കാം എന്ന് ഞാൻ പറയാൻ നമ്മൾ കാരണം എന്താ? നമുക്ക് എന്തോന്ന് ഇറക്കി വെച്ചതുപോലെ തോന്നി. ആ സന്തോഷം. തുണിയും കുപ്പായൊക്കെ വാങ്ങാൻ കുട്ടികൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, ചെരുപ്പ് വാങ്ങാൻ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുത്തിൻ്റെ ചെരുപ്പ് ശരിയായിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? ആ ചെരുപ്പ് അതിനേക്കാൾ നല്ല ചെരുപ്പ് വാങ്ങാൻ ഓനെ മൂത്ത മകനും കൂടി അത് കഴിഞ്ഞപ്പോൾ 1000 രൂപയും കൊടുത്ത് അങ്ങാടി കുറഞ്ഞയച്ചു. ഓളെ പൊത്തി വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെ നമുക്ക് തോന്നാനുള്ള കാരണം എന്താ? നമ്മളെ മനസ്സിൽ നിന്ന് എന്തോ ഇറക്കിച്ചു. അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഇറക്കലാവില്ല. ഇല്ല വജദുല്ലാഹ. അപ്പോൾ അവർ അള്ളാഹുവിനെ എത്തിക്കും. ഫി അൻഫുസി, അവരെ ഉള്ളിൽ തന്നെ എത്തിക്കും. കാരണം അവർക്ക് വേണ്ടി ആര് തേടി? പറഞ്ഞില്ല മോനെ, ആയത്ത് നോക്ക്. അവർ പൊറുക്കലിനെ തേടിയാലും പോരാ, അവരെ അവസ്ഥ കണ്ട് ആര് പൊറുക്കലിനെ തേടണം? റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. റസൂൽ പൊറുക്കലിനെ തേടണം. ആ പഠിച്ചോനെ പുറത്തു കൊടുക്ക്. എൻ്റെ സമുദായത്തിൽപ്പെട്ട അവറാൻകുട്ടിയാണ്, പുറത്തു കൊടുക്ക്. ഒരാൾ വെച്ചോന തന്നെയാ, ചെപ്പ തിരക്കല്ല, നന്നായിട്ടുണ്ട്, പുറത്തു കൊടുക്കുന്ന ആര് പറയണം? അപ്പോൾ ലവജതുല്ലാഹ, അവരല്ലാഹ്. അപ്പം മർമ്മ എവിടെയാ? എല്ലാവരും. ഞാൻ ഇപ്പം 2 സ്ഥലങ്ങൾക്ക് കാണിച്ചു. ഒന്ന് ദ്വാന്റെ മർമ്മ റസൂലാണ്. നബി അങ്ങയിലൂടെ അവരെന്നെ അന്വേഷിച്ചു വരണം. ഇസ്തിഗ്ഫാർ ഏറ്റവും വലിയ എല്ലാ കോട്ട ഒഴിവാക്കാനും എല്ലാ നേട്ടം നേടാനും മർമ്മ എന്താണല്ലോ? ഇസ്തിഗ്ഫാറല്ലേ? ആ ഇസ്തിഗ്ഫാർ കെട്ടിച്ച് ആരെ മേലാണ്? സുബ്ഹാന മേലാണ്. ഇത് വിശ്വാസത്തിലെ മോശത്തരാപ്പി പറഞ്ഞു, കർമ്മത്തിലെ മോശത്തര അപ്പുറത്തുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനെ മാറ്റണ്ട, റസൂലുള്ളാഹിനെ മുന്നിൽ വെച്ചാളാ, റസൂലുള്ളാഹിനെ മുന്നിൽ വെച്ചാളാ, രക്ഷപ്പെടും. ഇത് ആയത്താണ്, ഇത് ഖുർആന്റെ ആയത്താണ്.
ഇത് മുനാഫിക്കുകളെ പറ്റി അറിഞ്ഞ ആയത്താണ്. ഞാൻ ഇജൊക്കെ ആരെന്നെയാണ്? മുനാഫിക്കടെ എങ്ങായി ഞാൻ മുനാഫിക്കാണ്. കാരണം എനിക്ക് എൻ്റെ റബ്ബിനോടുള്ള ബൈഅത്ത് പൂർത്തിയാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരു ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, ആ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക വസ്തതഅതു. പറയുമ്പോൾ ഒരു പുളി എനിക്ക് തോന്നലുണ്ട്. വഅന അലാ അഹദിക, ഞാൻ നിൻ്റെ കരാറ്, വഅദിക നിൻ്റെ വാഗ്ദത്തിനുള്ള പ്രതീക്ഷിച്ച കർമ്മവും ചെയ്യുന്നുണ്ട്. മസ്തതഅതു എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ടോ? മനസ്സിലായില്ല. ഞാൻ നിന്നോടുള്ള കരാർ ആലമുൽ അർവായിൽ വെച്ച് ഞാൻ എൻ്റെ ദാസനായിക്കോളാം എന്ന കരാറും എൻ്റെ പിന്നെ എനിക്ക് നീ വാഗ്ദത്തമാക്കി വെച്ച സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തോളാം എന്ന കരാറും നിന്റെ പൊരുത്തത്തിന് വേണ്ടി പണിയെടുത്തോളാം എന്ന കരാറും, ഈ കരാറെല്ലാം നമ്മൾ ആരുമായി ഉണ്ട്. അതിന് ഞാൻ പണിയെടുക്കുന്നുണ്ട്. മസ്തതഅതു എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉണ്ടോ? ഞാനില്ല, പക്ഷെ പറയുന്നേ ഉള്ളൂ. എനിക്ക് ആ ദിക്ർ ചെല്ലുമ്പോഴൊക്കെ പേടിയാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ തെറ്റായോ? പക്ഷെ ഒരു താബുദ്ധിയാണ്, ഒരു ഇബാദത്തിനൊക്കെ ചെയ്യാണ്. കാരണം നമ്മളങ്ങനെ ചെയ്യുന്നില്ല. എൻ്റെ കുട്ടികളത് മനസ്സിലാക്കണം കേട്ടോ മക്കളെ, ഞങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ എന്നും ഒരു ഇടങ്ങേറുണ്ടായില്ല. കാരണം ഞാൻ എനിക്ക് കഴിയുന്നതിന് അത്ര ഞാനത് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ റബ്ബിനോട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ചത് ചെയ്യണില്ല. പിന്നെ എങ്ങനെയാ പറയുന്നത്?